പൊറോട്ടയോടൊപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നല്ലൊരു പൊറോട്ടയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ട മീന ആൻറ്റി നമുക്കെല്ലാം പറഞ്ഞു തരും. ഇപ്പോഴും വളരെ പാവമായിട്ടിരിക്കുകയാണ്. നേരത്തെ കുറച്ചൊന്ന് ചൂടായി വന്നതാണ്. എന്തൊക്കെയോ എനിക്ക് കൗണ്ടറൊക്കെ പറഞ്ഞ്. അപ്പോൾ അടുത്ത പൊറോട്ടയ്ക്ക് എന്തൊക്കെയാണ് ആൻറ്റി വേണ്ടത്? വീട്ടിലുണ്ടാക്കാവുന്ന പൊറോട്ടയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? മൈദ മാവ്, പഞ്ചസാര, ഒരു സ്പൂൺ, ഒരു ബോളിന് മൈദ മാവിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴച്ച് കുറെ നേരം വച്ചേക്കണം. 4 മണിക്കൂറൊക്കെ പുഴിക്കണം. അല്ല, എന്തൊക്കെയാ വേണ്ടത് നമുക്ക് ആദ്യം? മൈദ മാവ്, പഞ്ചസാര, ഉപ്പ്. പിന്നെ എണ്ണ ഏതാണ്? എണ്ണ വേണ്ട. കുഴയ്ക്കുമ്പോൾ ലാസ്റ്റിൽ ഒരു സ്പൂൺ ഒഴിക്കണം. ഒരു സ്പൂൺ ഏതാണ്? സൺഫ്ലവർ ഓയിൽ. ബോൾ പിടിക്കണം. ഇത് നല്ല പിടിച്ചതാ. ഇങ്ങനെ സോഫ്റ്റ് ആവണം മാവ്. സകല എണ്ണ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ബോൾ പിടിക്കണം. ഇനി ബോൾ ആക്കാൻ പോവാണ്. പതുക്കെ ചെറിയ ചെറിയ ബോൾ ആക്കി എടുക്കുകയാണ് ഓരോന്ന്. വീശാതിരുന്നാൽ എനിക്കൊരു ഡൗട്ട് തോന്നുന്നു, അതിന്റെ ഈ അടുക്കുകളൊക്കെ അതുപോലെ വരുമോ? വരും. കുറച്ച് വെയിറ്റ് ചെയ്താൽ വരും. ശരി, കുറച്ച് വെയിറ്റ് ചെയ്താൽ എല്ലാം ശരിയായി വരുമെന്നാണ് മീന ആൻറ്റി പറയുന്നത്. വിശ്വസിച്ചേ പറ്റും. ഇങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. പരത്തുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അല്ലേ? പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ലേ? നെയ്യ് ഒഴിക്കാം. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് തേച്ചിട്ട് ഇങ്ങനെ മടക്കണം. ഇനി മടക്കിലാണ് കളി കംപ്ലീറ്റ് ഇരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് മടക്കുന്നത്? ഫസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ മടക്ക്, പിന്നെ ബാക്കിലും ഫ്രണ്ടിലും. ശരി ബലേ, അതാണ് പരിപാടി കേട്ടോ. അവിടെയാണ് ഗുട്ടൻസ്. അത് ഇങ്ങനെ ആക്കിയിട്ട് ഈ കൈ ഇങ്ങനെ വെക്കണം. ഇവിടെ പിടിക്കണം. ഒന്ന് പതുക്കെ കാണിക്കണേ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ? പ്രസ് ചെയ്യുമ്പോൾ പതുക്കെ വഴിക്കണം, അല്ലെങ്കിൽ പൊട്ടി പോകും. വെച്ചിട്ട് ഇനി നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വിരലിങ്ങനെ ചുറ്റി എടുക്കണം. ഓക്കേ, ശരി, അങ്ങനെ വെച്ചു. രണ്ട് പൊറോട്ട അത് മതി. ഇതോടുകൂടി രണ്ട് പൊറോട്ടയ്ക്കുള്ള നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീശിയതിന് ശേഷമാണ് സാധാരണ കടകളിൽ കാണുന്നത്. നമ്മൾ വീശും, അതിനുശേഷം അതിനെ ചെറിയൊരു സ്ട്രിപ്പ് പോലെ എടുത്തിട്ട് 4 പോലെ ആക്കി വീണ്ടും ചുറ്റുക ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പക്ഷേ നമ്മൾ വീശുന്നതിന് ഫോൾഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ ഇതും അതേപോലെ, ഒരു വ്യത്യാസമല്ല. അപ്പോൾ ഒരുപാട് കായികാധ്വാനം വേണ്ട ഒരു പരിപാടിയാണ് പൊറോട്ട ഉണ്ടാക്കൽ. സാധാരണ നമ്മൾ കാണാറുള്ളത് കുഴയ്ക്കുന്നതായാലും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അത് പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് അതെങ്ങനെ സ്വായത്തമാക്കാന്നുള്ള ഒരു കുറുക്ക് വഴിയാണ് അതിൻ്റെ പുറകിൽ. പ്രധാനമായിട്ടും പുരുഷന്മാർക്കെതിരെയുള്ള ഒരു വിരോധമാണ് ഈ പൊറോട്ടയുടെ പുറകിലെ കണ്ടുപിടുത്തം. ഓരോ കണ്ടുപിടുത്തത്തിന്റെ പുറകിൽ ഓരോ കാരണങ്ങളുണ്ട്. ഇവിടെ പുരുഷന്മാരുള്ള വിരോധമാണ് ഈ കണ്ടുപിടുത്തം അല്ലേ? നെയ്യ് ഒഴിക്കാം. കൂടുതൽ എനിക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും അല്ലേ? വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് വളരെ രുചികരമായിട്ട് കഴിക്കാം. അപ്പൊ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട നെയ്യ് പൊറോട്ട, നോവീഷ് പൊറോട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം അല്ലേ? വീശ് വേണ്ടാത്ത ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചുണ്ടാക്കാം. ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചുണ്ടാക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു കടകളിലൊക്കെ ഡാൽഡയൊക്കെയാണ് അല്ലേ? കടയില് ഡാൽഡയും ഒഴിക്കും, നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിക്കും. ഏത് കടയിലാ നെയ്യ് ഒഴിക്കും? ഒരു കടയിൽ നെയ്യൊന്നും ഒഴിക്കും. ഡാൽഡയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. സ്റ്റാർ ഹോട്ടലൊക്കെ ഒഴിക്കും. സ്റ്റാർ ഹോട്ടൽ അരെ വാ, ശരിക്കും ആ പൊറോട്ടയുടെ എല്ലാ സൗന്ദര്യവും കൂടെ ഒട്ടും ചോർന്നു പോയിട്ടില്ല കേട്ടോ. ആൻറ്റി പറഞ്ഞത് നമുക്ക് 100% വിശ്വസിച്ചേ പറ്റുള്ളൂ. കാര്യം ഒട്ടും വീശിയടിക്കാതെ നല്ലൊരു പൊറോട്ട 916 പൊറോട്ട കിട്ടിയിരിക്കുകയാണ്. ഗുണമേന്മയിൽ അല്പം പോലും കുറവില്ല. മീന പൊറോട്ട ഒരു പരസ്യം കൂടെ ആയിക്കോട്ടെ. അല്ല, പരസ്യം വേണമല്ലോ. ഇനി കേറ്ററിംഗ് ലോകത്തേക്ക് ആൻറ്റി ഒരു അശ്വമേധ നടത്താൻ പോവുകയാണെന്ന് നമ്മുടെ അറിയിച്ചത് അല്ലേ? ഇനി ഒരുപാട് നല്ല കേറ്ററിംഗ്, അതൊക്കെ ആൻറ്റിയുടെ കോൺടാക്ട്സ് ഒക്കെ നമുക്ക് തരാം. ഒരുപാട് നല്ല വിവിധ തരം ഇതുപോലെയുള്ള പൊറോട്ടകളും
ആരോഗ്യപ്രദമായ നല്ല രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ഇറക്കി ആൻറ്റി കേറ്ററിംഗ് ലോകത്തേക്ക് കൂടെ ചുവടുവയ്ക്കാൻ പോവുകയാണ് അല്ലേ? ഒരു വിമൺ സെൽഫ് എംപവർമെന്റിന്റെ ഭാഗമാകാൻ പോവുകയാണ് അല്ലേ? ഇപ്പോൾ ഈ ടെക്നോ പാർക്കിലാണ് പോകാൻ. ഇനി അവിടെ ഉള്ളവരുടെ രസമുകുളങ്ങളെ ഉണർത്താൻ അല്ലേ? വളരെ നല്ലത്, വളരെ നല്ലത്. ടെക്നോ പാർക്കിലുള്ളവർക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ 2 പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി. ചിക്കൻ കറിയാ? നണ്ട് കറി. അപ്പോൾ സെർവ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ആൻറ്റി. നമ്മുടെ നണ്ട് കുളമ്പിങ് എടുത്തോളൂ. ആഹാ, ഇനി ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഹോസ്റ്റലിലുള്ള ഫുഡ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അല്പം പൈസയെ കയ്യിൽ കാണും. അപ്പോൾ പൊറോട്ടയും കൂടെ കറിയും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കടക്കാർ അതിന് വേണ്ടി ഒരു പരിപാടി ചെയ്തേക്കും. പെയിൻറ്റ് എന്ന് പറയും. പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട ഗ്രേവിയിൽ മുക്കിയും കൊണ്ട് ഇട്ട് തരും, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പുറത്തുനിന്ന് ഒഴിച്ചു തരും കേട്ടോ. അതിന് പെയിൻറ്റ് എന്നാണ് പറയുന്നത്. പൊറോട്ടയും പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തരുന്നത്. ഇപ്പോൾ അത് ഏകദേശം ആ പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഞണ്ട് കുളമ്പും മീന പൊറോട്ടയും കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പേരിട്ടതൊന്നും ഇതുവരെ ഹിറ്റാവാൻ തരുന്നിട്ടില്ല. ഇതും സൂപ്പർ ഹിറ്റ് ആവും കേട്ടോ, ഉറപ്പാണ്. ഒരുപാട് കുറ്റം പറയണമെന്ന് വെച്ചാണ് ഞാൻ ഇതെടുത്തത്. പക്ഷേ ആൻറ്റിക്ക് അറിയാം, കാര്യം ഈ സ്ത്രീകൾക്കറിയാം പുരുഷന്മാരുടെ മനസ്സിൽ കയറേണ്ട രീതികൾ. അത് വയറിൽ നല്ല സാധനം അല്ലെങ്കിൽ വയറിൽ കൂടെ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് കീഴടക്കാൻ പറ്റുമെന്നല്ലേ? ഇത് നിങ്ങളുടെ ഒരു ടെക്നിക്കാണല്ലേ, കണ്ണീരും ആഹാരവും അല്ലേ? ഇത് രണ്ടും വെച്ചാണ് പുരുഷന്മാരെ സ്ത്രീകൾ ആക്രമിക്കുന്നത്. ഇവിടെ ആൻറ്റി ഒരു സംഭവം, അതായത് നല്ല ആഹാരം ഉണ്ടാക്കി തന്ന് ആൻറ്റിയെ പറ്റി കുറ്റം പറയാനായിട്ട് സർവ്വസജ്ജമായിട്ടിരിക്കുന്ന എന്നെ ആൻറ്റി കീഴടക്കി കളഞ്ഞു. അസാധ്യം ഞണ്ട് കറി കേട്ടോ. പൊറോട്ട ഞാൻ അധികം പിന്താങ്ങുന്നില്ല, കാര്യം അത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വല്ലപ്പോഴും മൺസിനെ മന്തൊക്കെ നമുക്ക് നല്ല പൊറോട്ടയും ചേർത്ത് ഞണ്ട് കറിയോ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നല്ല 2 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരെണ്ണം ട്രഡീഷണൽ സ്റ്റൈലിൽ ഞണ്ട് കറിയായിരുന്നു, തമിഴ്നാട് സ്റ്റൈൽ ഞണ്ട് കറി. അതുപോലെ തന്നെ മീന പൊറോട്ട, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ട നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച മീന ആൻറ്റിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വിരാമം ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കുറ്റങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ ഒരു അഡ്രസ് തരാം. ഇറ്റ്സ് ടു ദ പ്രൊഡ്യൂസർ സ്വാദ്, ജയ്ഹിന്ദ് TV, Karamal Arcade, East Road, Trivandrum, and our email address is swad@jayhindtv.in. ആൻറ്റി നല്ലൊരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം പറഞ്ഞ ഫെമിനിസ്റ്റായ ആൻറ്റി, എന്താണ് ആൻറ്റിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരെടുത്ത്? എനിക്ക് ഒരുപാട് ഓർഡർ തരിക എൻ്റെ അല്ലേ? അങ്ങനെയില്ല, പിന്നെ എൻ്റെ ഫുഡ് കഴിച്ച് എല്ലാവരും സന്തോഷപ്പെടും. അതെവിടെയാ വന്ന് കഴിക്കണ്ടേ? ഇനി ടെക്നോ പാർക്കിലാണ് പോകാൻ പോകുന്നത്. ഏത് റെസ്റ്റോറന്റിലേക്കാ? പേര് അത് ശരി, ജോലി ഷാപ്പ്, അത് മലയാളത്തിൽ പറയണ്ടേ? ഷാപ്പോ? ഷാപ്പ്, കള്ള് ഷാപ്പ് മോഡലാണ്, നാടൻ സ്റ്റൈലാണ്. അവര് പേര് വെച്ചിരിക്കുന്നത് ഷാപ്പ് എന്നാണ് പറഞ്ഞത്. നല്ല കാര്യം. അപ്പൊ ഷാപ്പ് എന്ന് പറയുന്ന നാടൻ സ്റ്റൈലിൽ നാടൻ റെസ്റ്റോറന്റ് ടെക്നോ പാർക്കിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആന്റിയുടെ നാടൻ സ്റ്റൈൽ, ആന്റിയുടെ പാചക നൈപുണ്യം നിങ്ങൾക്കെല്ലാം അറിയാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ആന്റി എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞേ. ടാറ്റ ആൻഡ് ടേക്ക് കെയർ. Costume courtesy. Status, Safalim Complex, Palayam, Trivandrum.